അർത്ഥത്തിൽ രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഒരു സ്നേഹാഞ്ജലിയാണ് ഇന്ന് കേരളം ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തീരാനഷ്ടം എന്നൊക്കെ എല്ലാവരും പറയുമെങ്കിൽ ശരിക്കും തീരാനഷ്ടം എനിക്ക് തന്നെയാണ്. രാഷ്ട്രീയപരമായി ഒരു നിശ്ചയവും ഇല്ലാത്ത കാലം പല നിശ്ചയങ്ങളും നാട്ടുകാരൊക്കെ സ്വന്തം താല്പര്യത്തിനനുസരിച്ച് ഉറപ്പിച്ചിരുന്ന കാലത്ത് ലീഡറുമായിട്ടും ശ്രീ നായനാരുമായിട്ടും ഒക്കെ ഉള്ള അടുപ്പമുണ്ടായിരുന്ന കാലത്ത് പോലും വീട്ടിലെ ഒരു സ്ഥിരം സന്ദർശകൻ, അന്ന് എനിക്ക് വാടക വീടാണ്, അവിടെ വരികയും സിനിമയിൽ ആദ്യം കാലം 86, 88 കാലഘട്ടത്തിലാണ് മോഹൻദേട്ടനെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നതും അതിന് വഴിയൊരുക്കിയത് ശ്രീ സുരേഷ് കുമാറാണ്, മേനകാ സുരേഷ്. അപ്പോൾ 88 മറ്റോ ആണ് ഞാൻ ഓർക്കുന്നത്. അന്ന് സ്റ്റേഡിയത്തിൻ്റെ പണിയൊന്നും തുടങ്ങിയിട്ടില്ലെന്നാണ് ഓർമ്മ. കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയം അതിൻ്റെ പണി ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന ഒരു വലിയ സ്പേസിലാണ് അന്ന് ഏതാണ്ട് 25,000 കുഞ്ഞുങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് 3-4 ദിവസം നടന്നിരുന്ന ബാലഗോകുലത്തിൻ്റെ ഒരു സംഗമം. അത് ഉദ്ഘാടനം ചെയ്യാൻ ആദ്യം ഡേറ്റ് തീരുമാനിച്ചു. എനിക്ക് എത്താൻ സാധിച്ചില്ല. അതിൻ്റെ സമാപനം കുറിക്കാനായി എത്തണമെന്ന് പറഞ്ഞു. അതും സമയത്തെത്താൻ സാധിച്ചില്ലെങ്കിലും രാത്രി ഏതാണ്ട് വൈകി കാര്യാലയത്തിൽ ഭാസ്കരീയത്തിലെത്തി. അവിടെ വെച്ച് കഞ്ഞിയും പയറും ഒക്കെ തന്ന് എൻ്റെ കൈ പിടിച്ച് കൊണ്ടുപോയി സ്റ്റേഡിയം അങ്കണത്തിലെത്തി അവശേഷിച്ച കുഞ്ഞുങ്ങളെ മാത്രം അഭിസംബോധന ചെയ്ത് സംസാരിച്ചിടത്താണ് സത്യത്തിൽ ഒരു രാഷ്ട്രീയ പ്രവേശനത്തിന് തുടക്കം കുറിക്കുന്നതാണെന്നായിരിക്കും. മാനസികമായിട്ടല്ല ഞാൻ പറയുന്നത്, ഒരു ഫിസിക്കൽ അറ്റാച്ച്മെന്റ് ടു ദി പോളിറ്റി. ഇതന്നാണ് സംഭവിക്കുന്നത്. 88 എൻ്റെ വിശ്വാസം. അതിനുശേഷം ഒരിക്കലും ഇന്ന് വരെ തൻ്റെ പ്രസ്ഥാനത്തിലേക്ക് വന്നു ചേരണമെന്ന് ആവശ്യപ്പെട്ടില്ല എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിലൂടെ ഉണ്ടായിരുന്ന വ്യംഗ്യം മുഴുവൻ അദ്ദേഹത്തിൻ്റെ ആള്, അദ്ദേഹത്തിൻ്റെ സംഘത്തിൻ്റെ ആള് എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള പെരുമാറ്റമാണ് എന്നോടും എൻ്റെ കുടുംബത്തോടും ഉണ്ടായിട്ടുള്ളത്. വളരെ ആധികാരികമായിട്ടുള്ള ഇടപെടലുകൾ പല മുഹൂർത്തങ്ങളിലും, പല വീഴ്ചകൾ സംഭവിച്ചപ്പോഴും, പല സന്തോഷ മുഹൂർത്തങ്ങളും ദുഃഖ മുഹൂർത്തങ്ങളിലും ഒക്കെ ഒരു അച്ഛനെ പോലെ അല്ലെങ്കിൽ വലിയച്ഛനെ പോലെയൊക്കെ പങ്കുചേർന്നിരുന്ന ഒരു അദ്ദേഹമാണ് ശ്രീ പി മോഹൻദാസ്. കണ്ണൂരിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് കണ്ണൂർ വന്നാൽ എൻ്റെ തലതൊട്ടപ്പൻ മോഹൻദേട്ടനാണ്. കൊട്ടിയൂരപ്പനെ കാണാൻ വരുന്ന എല്ലാ അവസരങ്ങളിലും എനിക്ക് തോന്നുന്നു ഞാനൊരു 10-12 ഉത്സവങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടാകും. അത്രയും തവണയും മോഹൻദേട്ടൻ വിളമ്പി തന്ന ചോറുണ്ട്. അവിടെ നിന്ന് കുളിയും ശുദ്ധിയും കഴിഞ്ഞ് കൊട്ടിയൂരപ്പനെ കണ്ട് മടങ്ങുന്ന ഒരു കഴിഞ്ഞ വർഷം ഒഴിച്ചാൽ അത് സാധ്യമായിരുന്നു. കഴിഞ്ഞ വർഷം ഞാൻ കൊട്ടിയൂരപ്പനെ കണ്ടില്ല. പകരം മോഹൻദേട്ടൻ വിട്ടുപിരിഞ്ഞതിന് ശേഷം ആ സമയത്ത് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് എത്താൻ സാധിച്ചില്ല. അതിനുശേഷം ഞാൻ വീട് സന്ദർശിച്ച് ബന്ധുക്കളെല്ലാം കണ്ട് ഈ വളരെ വ്യക്തിപരമായ നഷ്ടത്തെക്കുറിച്ച് തന്നെയാണ് അന്നും പറഞ്ഞിട്ടുള്ളത് മനസ്സിൽ ഇപ്പോഴും. കാരണം 2016 ഒരുപക്ഷെ അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ ഒന്നും എത്താൻ സാധിച്ചില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ അനുസ്മരണം കഴിഞ്ഞ വർഷം ഒക്ടോബറിലോ നവംബറിലോ തൃശ്ശൂർ നടക്കുന്ന സമയത്ത് ഒരു പ്രവചന സ്വഭാവമുള്ള വാക്കുകൾ അല്ലെങ്കിൽ വരികളാണ് അന്ന് ഞാൻ ഉച്ചരിച്ചതെന്ന് എന്ന് ഞാൻ ഒന്നുകൂടി ആ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് തോന്നിപ്പോയി. മോഹൻദേട്ടൻ ഒരല്പം കാലം കൂടി ജീവിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒരുപാട് സന്തോഷം മുഹൂർത്തത്തിന് ഭാഗമായി സന്തോഷത്തോടെ യാത്ര പറഞ്ഞ് പോകാമായിരുന്നു എന്ന് ഞാൻ അന്ന് പ്രസംഗിച്ചെങ്കിൽ അത് 2024 മാർച്ചിന് മുമ്പുമാണ്, 2024 ജൂൺ 4-ന് മുമ്പുമാണ്, 2024
ജൂൺ 9 രാത്രിക്ക് മുമ്പുമാണ് എന്നുള്ളതിന് ഒരു വലിയ പ്രവചന സ്വഭാവം ഉണ്ടായിരുന്നു എന്ന് ഇന്ന് ആ പ്രസംഗം കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരികയാണ്. അത് പക്ഷേ പ്രസംഗമേ ആയിരുന്നില്ല, ഒരു വികാരം തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ തന്നെ സന്തത സഹചാരിയായിരുന്ന എൻ്റെ നേരമാവൻ സനൽജി, എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന മുതിർന്ന പ്രവർത്തകർക്കെല്ലാം സുപരിചിതനാണ് സനൽജി. അദ്ദേഹത്തിൻ്റെ മോഹൻദേട്ടനും മറ്റ് പ്രവർത്തകരുമായിട്ടൊക്കെയുള്ള അടിയന്തരാവസ്ഥ കാലത്തെ നേരിടാൻ എന്ന് പറയുന്നത് കൊച്ചു കുട്ടികളായിരിക്കുമ്പോൾ മാത്രമാണ് ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് കേട്ട് വാ പൊളിച്ചിരുന്ന് കേൾക്കാൻ മാത്രം സാധിച്ചിട്ടുള്ളത്, ആ ക്രൗര്യത്തെക്കുറിച്ച്. പക്ഷെ അതൊന്നും ഒരു രാഷ്ട്രീയ നിശ്ചയത്തിലേക്ക് വഴിതെളിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. മാരാർജിയും മോഹൻദേട്ടനും വാടക വീട്ടിലേക്ക് വരുന്ന കാലം തൊട്ടാണ് ഒരുപക്ഷെ ഇത് ചെന്ന് ചേരേണ്ട ഒരു ഗേഹമാണ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പെരുമാറ്റം കൊണ്ട്, അല്ലെങ്കിൽ മാരാർജിയും ചേർന്നുള്ള പെരുമാറ്റം കൊണ്ട് ഒരുപക്ഷെ മനസ്സിൽ സ്ഥാപിച്ചു പോയത്. പക്ഷേ ഒരുപക്ഷെ വലിയ അനുഗ്രഹമായി 2024 ജൂൺ മാസം പിറന്നെങ്കിൽ ആ ഒരു അനുഗ്രഹം സന്തോഷത്തോടെ ഹൃദയത്തിൽ ഏറ്റാൻ മോഹൻദേട്ടൻ ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നത് വ്യക്തിപരമായ തന്നെ വലിയ വലിയ ഒരു നഷ്ടമാണ്, വലിയ ദുഃഖത്തിനും കാരണമാവും. അത് നിരന്തരം ഇനി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇന്ന് കണ്ണൂരിൽ ഈ ആദ്യത്തെ വാർഷിക സ്നേഹാഞ്ജലി നടക്കുമ്പോൾ അത് ഉദ്ഘാടനം ചെയ്യാനുള്ള അവസരമെന്ന് പറയുന്നത് മനഃപൂർവ്വം കണ്ടെത്തിയതാണ് ഈ അവസരം. ആ അവസരത്തിൽ ഞാൻ പങ്കുചേർന്നുകൊണ്ടിരിക്കുമ്പോൾ പാനൂരും മറ്റും 99 കാലഘട്ടത്തിലുണ്ടായ വലിയ ഒരു കലാപത്തിന് ഒടുക്കം കുറിക്കുന്നതിന് വേണ്ടി സഖാവ് നായനാരും മോഹൻദേട്ടനും രണ്ടുപേരും ചേർന്ന് സംവിധായകൻ സിദ്ദിഖും ഞാനും ചേർന്ന് ആസൂത്രണം ചെയ്ത ശ്രീ ജോഷി ഒക്കെ വമ്പിച്ച പിന്തുണ നൽകി ആസൂത്രണം ചെയ്ത ഒരു ഉപവാസ സമരം എല്ലാവരും ഓർക്കുന്നുണ്ടാവും. അതിന് വലിയ രാഷ്ട്രീയപരമായ എതിർനീക്കങ്ങൾ വന്നു. അത് തച്ചുടയ്ക്കും എന്ന് തീരുമാനിച്ച ഒരു സംഘത്തെ തച്ചുടച്ചത് മോഹൻദേട്ടനും സഖാവ് നായനാരുമാണ്. അപ്പോൾ രാഷ്ട്രീയത്തിലെ വൈരുദ്ധ്യം എന്ന് പറയുന്നത് ഒരു പൊതു നന്മയ്ക്കായി ഒത്തുചേരുന്ന വൈരുദ്ധ്യമാവും എന്നതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ആ രണ്ട് മഹാന്മാർ. മോഹൻദേട്ടന് ഒരുപക്ഷെ നമ്മൾ ഓർക്കുമ്പോൾ കണ്ണൂർക്കാർ ഓർക്കേണ്ടത് പാനൂരിൽ നിന്ന് ആ കനൽ തരിയോ അല്ലെങ്കിൽ ഒരു തീപ്പന്തമോ നമ്മുടെ സംസ്ഥാനം മുഴുവൻ ആളിപ്പടരുന്നതിന് അനുവദിക്കാത്ത ധീരനായ ഒരു സേവാ സംഘ പ്രവർത്തകൻ ആ BJP-കാരൻ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ എന്നും ഓർക്കുന്നത് നല്ലതാണ്. ഇത് ഒരു സ്മരണാഞ്ജലിയായി മുന്നോട്ട് കൊണ്ടുപോകരുതെന്നാണ് എൻ്റെ അഭ്യർത്ഥന. മറക്കാനേ പാടില്ല. മോഹൻദേട്ടൻ എന്ന് പറയുന്ന ചരിത്രപരമായ കേരളത്തിലെ അല്ല, ഇന്ത്യയിലെ തന്നെ കേരളത്തിനൊരു ഭാഗം ചേരാനുണ്ടെങ്കിൽ, ഒരു സംഭാവന നൽകാനുണ്ടെങ്കിൽ ആ കേരളത്തിൽ BJP എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ നെടുംതൂണാണ് ഇപ്പോഴും. എല്ലാ തരത്തിലും സാംസ്കാരികപരമായും സംസ്കാരപരമായും ഒരുപക്ഷെ കണ്ടല് തന്നെയാണ് ശ്രീ PP മുകുന്ദൻ. അദ്ദേഹത്തിൻ്റെ ഓർമ്മയല്ല, അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥിതിയുടെ നൈരന്തര്യം അത് തുടർന്നു കൊണ്ടുപോകണം, വിട്ടുപോയിട്ടില്ല എന്ന് പറയുന്ന ധാരണയിൽ, ഒപ്പം തോളോട് തോള് ചേർത്ത് നിർത്താൻ ഇപ്പോഴുമുണ്ട് എന്ന് പറയുന്ന ധാരണയിൽ മുൻപോട്ട് പോകുന്ന ഒരവസ്ഥ കേരളത്തിലെ എല്ലാ പ്രവർത്തകർക്കും ഉണ്ടാവണമെന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഇന്ന് കോഴിക്കോട്ട് നടക്കുന്ന വന്ദേ മുകുന്ദൻ എന്ന് പറയുന്ന പരിപാടി അവിടെ ഉദ്ഘാടനം ചെയ്യുന്നതും മുകുന്ദൻ പുരസ്കാരം സമ്മാനിക്കുന്നതും ശ്രീ PS ശ്രീധരൻ പിള്ളയാണ്. അതുകൊണ്ട് തന്നെ പ്രോട്ടോക്കോളും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഞാൻ വേഗം അവിടെ എത്തിയ മതിയായി. ട്രെയിൻ ഏതാണ്ട് 1 മണിക്കൂർ ലേറ്റ് ആയതുകൊണ്ട് ട്രെയിൻ ഉപേക്ഷിച്ച് കാറിൽ തന്നെ സഞ്ചരിക്കേണ്ടി വരും.
അപ്പോൾ അതുകൊണ്ട് വേഗം അവിടെ എത്തുന്നു. അവരുടെ ആദ്യത്തെ മോന്തേട്ടൻ്റെ പേരിലുള്ള പുരസ്കാരം ഈ ദിനത്തിൽ തന്നെ എനിക്ക് ലഭിക്കുന്നു എന്നുള്ളത് സത്യത്തിൽ അനുഗ്രഹ പുഷ്പങ്ങൾ ആയാണ് ഞാൻ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സമർപ്പണം നടത്തണമെന്ന് എനിക്ക് തോന്നുന്നു. 25,000 രൂപയാണ് അവിടുത്തെ പുരസ്കാര തുക. അടുത്ത 10 വർഷത്തേക്കുള്ള 25,000 രൂപ വെച്ചുള്ള ഒരു തുക ഞാൻ ഇവിടെ രംഗമാണെങ്കിൽ അതിലേക്ക് എൻ്റെ മകളുടെ ട്രസ്റ്റിൽ ഡെപ്പോസിറ്റ് ചെയ്യും. 2.5 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അതിൻ്റെ പലിശയും ചേർത്ത് കൊടുക്കാനാവുന്നിടത്തോളം കാലം 25,000 രൂപ വെച്ചൊരു പുരസ്കാരം ഞാൻ ഒഴികെയുള്ള ഏത് രാഷ്ട്രീയത്തിലായാലും ശരി, ആ രാഷ്ട്രീയത്തിൻ്റെ അടിച്ചമർത്തൽ സ്വഭാവത്തിന് ഒട്ടും മടങ്ങാത്ത ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്കും സഫലീകരണത്തിനും വേണ്ടി അടിയുറച്ച് വിശ്വസിച്ച് പ്രവർത്തിക്കുന്ന മഹാന്മാരെയും മഹതികളെയും കണ്ടെത്തി ആ അവാർഡ് സമ്മാനിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇത് മോന്തേട്ടനുള്ള എൻ്റെ അർപ്പണമാണ്.